ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെല്ലാവരും കണ്ടു കാണും അല്ലേ, നമ്മുടെ രവീന്ദ്രൻ ഒരു ഉറച്ച തീരുമാനത്തിലാണ്. തന്റെ മുറി വിട്ടുകൊടുത്തിട്ട് ശ്രീകാന്തിനും വർഷയ്ക്കും വിട്ടുകൊടുത്തിട്ട് അവർ ഹോളിലാട്ടോ കിടക്കുന്നത്. നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും. അങ്ങനെ അച്ഛൻ പായയും തലോണിയൊക്കെ എടുത്ത് നമ്മുടെ ഹോളിലേക്ക് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സച്ചി കുറേ നിർബന്ധിക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങളുടെ മുറിയിൽ പോയി കിടക്കുക, അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ്റെ മുറിയിൽ പോയി കിടക്കുക, എനിക്കിത് കണ്ടിട്ട് സഹിക്കാനാവുന്നില്ല. അച്ഛൻ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് അവസാനം ഒരു സന്തോഷത്തോടുകൂടി വിശ്രമിക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് പറ്റില്ല അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതൊന്നും കേൾക്കുന്നില്ല. അച്ഛൻ ഭയങ്കര വാശിയിൽ തന്നെ ആട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ സച്ചിൻ രേവതിയും മുറിയിൽ പോയിട്ട് അവരുടെ ബെഡ് കൊണ്ടുവന്ന് നമ്മുടെ രവീന്ദ്രനും നമ്മുടെ ചന്ദ്രയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അച്ഛൻ പറയും ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, മുറിയാ പോയി കിട്ടിയ ബെഡും കൂടി വേണ്ടെന്ന് വെക്കല്ലേ രവിയേട്ടാന്ന് പറഞ്ഞിട്ട് ആ ബെഡ് അവിടെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ബെഡിലാട്ടോ കിടക്കുന്നത്. അവസാനം എല്ലാം കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. അപ്പൊ നമ്മുടെ രേവതി ഇടക്കിടക്ക് വന്ന് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ മുറിയിൽ പോയി കിടക്കച്ചാ, ഞങ്ങളുടെ മുറിയിൽ പോയി കിടക്കച്ചാ എന്നൊക്കെ കുറെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അച്ഛന്റെ മുറിയിൽ പോയി കിടക്കുക, ഞങ്ങളുടെ മുറി അവർക്ക് കൊടുത്തോളാം എന്നൊക്കെ കുറെ പറയുന്നുണ്ട്. പക്ഷെ അച്ഛനൊന്നും കേൾക്കുന്നേ ഇല്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പൊ വരുമ്പോ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ. ഇവർ വരുമ്പോ തന്നെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഹോളിൽ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ശ്രീകാന്ത് ചോദിക്കും, എന്തിനാ ഈ ബെഡൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ നടന്ന കാര്യങ്ങളൊക്കെ പറയോട്ടോ. അപ്പൊ നമ്മുടെ സച്ചി വരുന്നുണ്ട്. സച്ചി പറയുന്നത്, നീ കാരണമാണ് അച്ഛൻ ഈ അവസ്ഥയുണ്ടായത്, നീ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ പിന്നെയും പറയുന്നുണ്ട്. പിന്നെ വർഷ കുറെ പറയുന്നുണ്ട്. ശ്രീകാന്ത് അല്ല, നമ്മുടെ സച്ചിയും വർഷയും തമ്മിൽ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ വാക്ക് തർക്കങ്ങൾക്ക് ശേഷം നമ്മുടെ വർഷ പറയട്ടോ, അച്ഛനാണ് തെറ്റുപറ്റിയത്, 3 മക്കൾക്ക് 3 മുറി വേണ്ടതായിരുന്നു, അച്ഛൻ ആ ഒരു ദീർഘവീക്ഷണം ഉണ്ടായില്ല, അതിന്റെ ഒരു കുഴപ്പമാണ് ഇപ്പൊ പറ്റിയെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയുന്നുണ്ട്, ശരിയാ മോൾ, എന്റെ ഭാഗത്താ തെറ്റ്, മക്കൾ വലുതാകുമ്പോൾ ഒരുമയോടുകൂടി എന്താ പറയാ താമസിക്കും, ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കും എന്നൊക്കെ അച്ഛൻ കരുതി. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ കുറെ അച്ഛന്റെ ഭാഗത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ശ്രീകാന്ത് വർഷ അച്ഛന്റെ തന്നെ മുറിയിൽ പോയി കിടക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും നടക്കാൻ പോകുന്നത്? നമ്മുടെ സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അല്ലെ, സ്വന്തം അച്ഛനിങ്ങനെ ആ ഒരു ഹോളിൽ കിടന്നു, അതും ശ്രീകാന്തിനും വർഷയ്ക്കും വേണ്ടി എന്നിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം കയറിയിട്ട് സഹിക്കാനാവാതെ ആവും. അപ്പൊ ഇനി എന്തൊക്കെ കാര്യങ്ങളാകും അവിടെ നടക്കാൻ പോകുന്നത് നമുക്ക് നോക്കി തന്നെ കാണാം കേട്ടോ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.